ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലം SSC-RRB പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ 2025 RRB NTPC പരീക്ഷ നമുക്ക് എങ്ങനെ നേടാം, അതിനുവേണ്ടി കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കൃത്യമായിട്ട് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം ഇൻ ജനറൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇത് RRB പരീക്ഷകളിലേക്ക് മാത്രമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ നമുക്കറിയാം RRBയുടെ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ലൈ ചെയ്യാത്തവർ ഇമ്മീഡിയറ്റ്ലി അപ്ലൈ ചെയ്യണം. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് വേക്കൻസി ലിസ്റ്റ് മറ്റു കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെയും ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. അപ്പോൾ രണ്ട് പരീക്ഷയ്ക്കും കൃത്യമായിട്ട് ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ രണ്ട് പരീക്ഷയോട് ചേർത്ത് അത്യാവശ്യം നല്ല വേക്കൻസീസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് ബ്രീഫ്ലി പറഞ്ഞുതരാം. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ സോണുകൾ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ വളരെ ബ്രീഫ്ലിയാണ് പറയുന്നത്. പിന്നെ ഇന്നത്തെ ക്ലാസ് കൊണ്ട്, ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് കൂടുതൽ ഉദ്ദേശിക്കുന്നത് RRB പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, അപ്പോൾ നമ്മൾ എത്ര ടാർഗറ്റ് ചെയ്യണം, സിലബസിൽ ഏതൊക്കെ ഭാഗത്താണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ അവർ സ്ട്രെസ് ചെയ്തത്, അങ്ങനെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വർഷത്തെ പാറ്റേണിൽ നിന്നും ഈ വർഷത്തെ പാറ്റേണെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം. ഓക്കെ, അതനുസരിച്ച് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാണ്ട് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷനാണ്. NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ പ്രൊസീഡിങ്സ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു ഡിസംബർ മാസമാകും. നമുക്ക് ഉറപ്പായിട്ട് ഒരു 4-5 മാസത്തോളം പരീക്ഷയ്ക്ക് കിട്ടും. കൃത്യമായൊരു ഡേറ്റ് ഇപ്പോഴും ഔട്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഈസിലി നിങ്ങൾക്ക് ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ മേക്ക് എ സ്റ്റഡി പ്ലാൻ ഫോർ 150 ഡേയ്സ്. ഇതിലെ ഡേറ്റുകളും മറ്റും ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള വീഡിയോസിൽ നമ്മുടെ ടീച്ചർമാർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വിൻഡോ ഇപ്പോഴും ഓപ്പൺ ആണ്, അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, ഇതിൻ്റെ ഓവറോൾ വേക്കൻസി എന്ന് പറയുന്നത് 5710. ഗ്രാജുവേറ്റ് ലെവലിൽ ഓവറോൾ വേക്കൻസി എന്ന് പറയുന്നത് 5710. അപ്പോൾ അതിൽ ഓരോരോ പൊസിഷൻസ്, അതിൻ്റെ പ്രാധാന്യം, ജോലിയുടെ സ്വഭാവം, ഇതൊക്കെ ഓരോരോ വീഡിയോയിൽ നമ്മുടെ ടീച്ചർമാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിലും നമുക്കറിയാം വിൻഡോ ഓപ്പൺ ആണ്, അപ്ലൈ ചെയ്യുക. എലിജിബിൾ ആണെങ്കിൽ, പ്രായപരിധിയും മറ്റും അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിലെ വേക്കൻസി വരുന്നത് 3058 ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഏകദേശം 8000 ശിഷ്ടം വേക്കൻസി നമുക്ക് വരുന്നുണ്ട്. ഏകദേശം 9000-ഓളം വേക്കൻസി വരുന്നുണ്ട്. ഭാവിയിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ വേക്കൻസി കൂടും. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ കൺസേൺ, പലരും പറയുന്നു വേക്കൻസി വർഷാവർഷം കുറഞ്ഞു വരികയാണ്, NTPC പഴയ പോലെയല്ല, വേക്കൻസി വെട്ടിക്കുറച്ചിട്ടുണ്ട്. സത്യമാണ്. 2019 പരീക്ഷ നടന്നപ്പോൾ നമുക്ക് 24,649 വേക്കൻസി ഉണ്ടായിരുന്നു. 2024 പരീക്ഷ നടന്നപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് 8,100 ചില്ലാനും വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷേ 2019 നടന്നതിന് ശേഷം പിന്നെ 24 നടന്നത്. 19 മുന്നേ കുറേ വർഷങ്ങൾ മുന്നേ നടന്നത്. NTPC എന്ന് പറയുന്ന ഒരു ഇറഗുലർ പരീക്ഷയായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ഓരോ വർഷം വരുന്നൊരു പരീക്ഷയായിരുന്നില്ല. 4-5 വർഷം കൂടുമ്പോൾ നടക്കുന്ന പരീക്ഷ. കഴിഞ്ഞ കൊല്ലമാണ് നമ്മളോട് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഇനി മുതൽ RRB പരീക്ഷകൾ റെഗുലർ ആയിരിക്കും. RPF പരീക്ഷ ഇപ്പോൾ SSCയുടെ കീഴിൽ വരുന്നു. NTPC ALP എല്ലാം റെഗുലർ ആയിരിക്കും. ALP നടന്നു, ഇപ്പോൾ NTPC വീണ്ടും വരുന്നു. വർഷാവർഷം വരുമ്പോൾ വേക്കൻസി സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ അതുകൊണ്ട് വേക്കൻസി കുറഞ്ഞു എന്ന് പറയുന്നതിൽ ലോജിക്കില്ല. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തോളണം, ഇരുന്ന് പഠിച്ചോളണം. 2, ഏത് സോണിലാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഓൾറെഡി നിങ്ങൾ ഡിസൈഡ് ചെയ്ത് അപ്ലൈ ചെയ്തവരുണ്ടാകും. എന്നോട് പേഴ്സണലി ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം, ഏറ്റവും വേക്കൻസി കൂടിയ ചില സോണുകൾ ബിലാസ്പൂർ, കൊൽക്കത്ത, റാഞ്ചി, മുംബൈ, ഇതൊക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അല്ലേ. ഇതിൽ പലതും നമുക്കറിയാം നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ ആ ഭാഗത്ത് അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കേരളത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. സോ നിങ്ങൾ വേക്കൻസി വൈസ് ജോലി സാധ്യത കൂടുതൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യാം. അല്ല, നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളുടെ ഹോം ടൗണിന് നിയർ ബൈ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണെങ്കിൽ അവിടുത്തെ റെയിൽവേ സോൺസ് നിങ്ങൾ നോക്കുക. ബാംഗ്ലൂർ 241, ചെന്നൈ 187, സെക്കന്ദരാബാദ് അതായത് തെലങ്കാന ഭാഗം കുറച്ചുകൂടെ കൂടുതലാണ് 396, തിരുവനന്തപുരം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കുറവിലുള്ള ഒരു സോൺ വരുന്നത് 58. സോ നാട്ടിൽ ജോലി വേണമെന്നുള്ളവർ അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ വേണമെന്നുള്ളവർക്ക് ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യാം. ഇത് രണ്ടും കൺഫ്യൂസിംഗ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആ ഡൗട്ടും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത് ഗ്രാജുവേറ്റ് ലെവലിൽ മാത്രമാണ് കേട്ടോ. ഞാൻ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാജുവേറ്റ് ലെവൽ സാധനമായിരിക്കും. അതിനനുസരിച്ച് അണ്ടർ ഗ്രാജുവേറ്റ് മാത്രം എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഗ്രാജുവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്കറിയാം 2 സ്റ്റേജിലാണ് പരീക്ഷ നടക്കുന്നത്. 90 മിനിറ്റിൽ 100 ചോദ്യങ്ങളുള്ള ആദ്യത്തെ സ്റ്റേജ്. അതിൽ
ഏറ്റവും ഇമ്പോർട്ടൻസ് ജനറൽ അവയർനെസ്സിനാണ് 40 മാർക്ക്. പിന്നെ QA മാത്തമാറ്റിക്സ് 30 മാർക്ക്, പിന്നെ റീസണിങ് 30 മാർക്ക്. ഈ ജനറൽ അവയർനെസ്സിൽ ജനറൽ നോളജ്, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമി, പിന്നെ സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ് തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാകും. എത്രത്തോളം വരും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എത്രത്തോളമാണ് അതിൻ്റെ ഒരു വെയിറ്റേജ്, കൃത്യമായ വെയിറ്റേജ് പറഞ്ഞിട്ടില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ പരീക്ഷയിൽ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ CBT 2 എലിജിബിൾ ആകും. എത്രയാ അത്യാവശ്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വെറുതെ കുത്താൻ നിൽക്കരുത്. ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ഔട്ട് ഓഫ് 100 ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതിൽ 1/3 നെഗറ്റീവായിട്ട് പോകും. ടയർ 2 എലിജിബിൾ ആകുന്നത് വേക്കൻസി എത്രയാണോ ഏകദേശം അതിൻ്റെ 15 ഇരട്ടി ആളുകളാണ്. അപ്ലൈ ചെയ്യുന്ന ആളുകളിൽ വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകൾ, അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതുന്ന ആളുകളിൽ വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളാണ് ടയർ 2 CBT 2 പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, CBT 2 വളരെ സിമിലർ ആണ്. ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. 90 മിനിറ്റ് ആണ്, പക്ഷേ അവിടെ 120 ചോദ്യങ്ങളാണ്. ജനറൽ അവയർനെസ് 40 നിന്ന് 50 ആയി, മാത്സ് 30 നിന്ന് 35 റീസണിങ് 30 നിന്ന് 35 ഇവിടെയും ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ്, 1/3 നെഗറ്റീവാണ്. സോ ടയർ 1 നിങ്ങളുടെ മാർക്ക് വരുന്നത് ഔട്ട് ഓഫ് 100 ആണ്, ടയർ 2 ഔട്ട് ഓഫ് 120 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സിലബസിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുക. വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് അവർ തന്നിട്ടുണ്ട്. മാത്തമാറ്റിക്സിന് ഏതൊക്കെയാണ്, റീസണിങ്ങിന് ഏതൊക്കെയാണ്, ജനറൽ അവയർനെസ്സിന് ഏതൊക്കെയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, ഈ സിലബസിനെ ആദ്യമേ ബ്രേക്ക് ഡൗൺ ചെയ്തിടണം. ഓരോ പോയിന്റും നിങ്ങൾ സെപ്പറേറ്റ് എഴുതണം. ഇതിൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. വീക്ക് ഏരിയയിൽ നിങ്ങൾ മറ്റൊരു കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് നിങ്ങൾ ഓക്കെയാണ്, ടൈം ആൻഡ് വർക്ക് വളരെ എളുപ്പമാണ്, പക്ഷേ ട്രിഗണോമെട്രി ബുദ്ധിമുട്ടാണ്, ജോമെട്രി ബുദ്ധിമുട്ടാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബുദ്ധിമുട്ടാണ്, പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റ് എളുപ്പമാണ്. അങ്ങനെ ആദ്യം തന്നെ സിലബസിൽ തന്നിട്ടുള്ള സാധനങ്ങളിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊരു സാധനം, ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഈ എക്സെട്ര നോക്കണ്ട, ചില മിസലേനിയസ് പോർഷൻസ് ഉണ്ട്, അത് നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിക്കും. റീസണിങ്ങിലും ഇതേ സാധനം നിങ്ങൾ ചെയ്യുക. ഇതേ സാധനം ഇപ്പോൾ ഡേറ്റ സഫീഷ്യൻസി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, കോഴ്സസ് ഓഫ് ആക്ഷൻ, ഇതൊക്കെ പലർക്കും ഒരു ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഏരിയയാണ്. കാരണം അവർ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക. ഓരോ സാധനവും എഴുതി വെച്ചിട്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ്സ് എന്താണെന്ന് അറിയില്ലേ, പഠിപ്പിക്കുന്ന മാഷിനോട് ഇതെന്താണ് സാധനം, ഇതിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ സിലബസിൽ തന്നിട്ടുള്ള സാധനങ്ങൾ കൃത്യമായി ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനും ഈ സാധനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഫസ്റ്റ് തിങ് ഈസ് സെൽഫ് അസസ്മെന്റ്. എവിടെ നിൽക്കുന്നു, ഏത് ഏരിയയിലാണ് വീക്കായിട്ടുള്ളത്. മൂന്നാമത് ജനറൽ അവയർനെസ്. ഇതിലും നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട പോർഷൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, സ്റ്റാറ്റിക് GK. ഇത് കൂടാതെ SSC പരീക്ഷയിൽ ടയർ 2 വരുന്നൊരു സാധനമുണ്ട്, അതാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എവിടെ പോയി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഈ സാധനം നമുക്ക് എവിടെ വരുന്നുണ്ട്, ജനറൽ അവയർനെസ്സിൽ ഇവിടെ ടയർ 1 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മാത്രം ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ കൃത്യമായിട്ട് വരുന്ന സാധനങ്ങളിൽ അവർ പിന്നെ എന്താണ് നാഷണൽ ഇൻകം എന്നോ അല്ലെങ്കിൽ പിന്നെ മണി എന്നുള്ള കോൺസെപ്റ്റ് അങ്ങനെ തന്നിട്ടില്ല. അതിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കണം. ബാക്കി 2 വിഷയങ്ങൾക്കും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇവർ അപ് ടു 10th സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സയൻസിൽ റെയിൽവേയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ 3 സാധനങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ്, വീക്ക് ഏരിയാസ് നോക്കുക. ഇനി എത്ര മാർക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കേണ്ടത് അതറിയണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഏകദേശം ഒരു കട്ട് ഓഫ് നമുക്ക് നോക്കണം. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ NTPC ചോദ്യങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, മോശം ചോദ്യങ്ങൾ എന്ന് പറയാവുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. നമ്മളിപ്പോൾ മാരത്തോൺ പോകുന്നുണ്ടല്ലോ, RRBയുടെ PYQs, അതിൽ നമ്മൾ തന്നെ പറയുന്നുണ്ട് ഈ ചോദ്യങ്ങൾ ആർക്കും കിട്ടും. അങ്ങനെയല്ലാത്ത മോഡറേറ്റ് ഡിഫിക്കൽട്ട് ലെവൽ നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു, നല്ല കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കട്ട് ഓഫ് എത്ര എക്സ്പെക്ട് ചെയ്യാം. പല സോണിൽ പല കട്ട് ഓഫ് ആണ്. സൗത്തിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സോണുകളിലെ കട്ട് ഓഫ് ഞാൻ പറയാം. ബാംഗ്ലൂരത്തെ ഒരു ജനറൽ കാറ്റഗറി കട്ട് ഓഫ് നിങ്ങൾ നോക്കുക, 76 പീക്കിലേക്ക് വന്നിട്ടുള്ളത്. 76, 100ൽ 76. ക്ലിയർ ആണോ? ചെന്നൈയിലേക്ക് വരുമ്പോൾ അത് 76, 79 നമ്മുടെ കാറ്റഗറിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് 80 മാർക്കോളം വന്നിട്ടുണ്ട്. 100ൽ 80 മാർക്ക്. സെക്കന്ദരാബാദ് അവിടെയും ഓൾമോസ്റ്റ് 79, 80 വന്ന പൊസിഷൻസ് ഉണ്ട്. തിരുവനന്തപുരം അവിടെ 73, 74 ആ ഒരു കാറ്റഗറിയാണ്. അപ്പം നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് ടയർ 1 നമ്മൾ ക്ലിയർ ആകണമെങ്കിൽ 100ൽ ഒരു 80 മാർക്സ് നമുക്ക് വേണം, 100ൽ 80 മാർക്ക് നമുക്ക് വേണം. അതായത് 40 ജനറൽ അവയർനെസ്, 30 QA, 30 റീസണിങ്. നിങ്ങൾ റീസണിങ്ങിൽ അടിപൊളിയാണ്, 30ൽ 30 കിട്ടും, മാത്സിൽ നിങ്ങൾക്ക് 25 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി GK എത്ര മേടിക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിക്കൂടെ?
അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ സിലബസിൽ നമ്മുടെ സ്ട്രോങ് വീക്ക് ഏരിയാസ് നമ്മൾ അറിയണം. ഒരു മോക്ക് എടുക്കുന്നതിന് മുന്നേ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. നിങ്ങളിപ്പോൾ മോക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 25 മാർക്കാണെങ്കിൽ അതിന് നിങ്ങൾ 3 ഇരട്ടിയുടെ മുകളിലാക്കണം. 75 മുകളിൽ കിട്ടണം. ഞാനീ പറയുന്നത് നോർമലൈസ്ഡ് മാർക്സ് ആണ് കേട്ടോ. പക്ഷെ നോർമലൈസേഷന് ഭയങ്കരമായിട്ടുള്ളൊരു വേരിയേഷൻ ഒന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. 90 മിനിറ്റ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നിങ്ങളുടെ മുമ്പിലുണ്ട്. SSC പരീക്ഷ പോലെയല്ല. അവിടെ 25x4 ടയർ 1 ആണെങ്കിൽ 100 ചോദ്യങ്ങൾ 60 മിനിറ്റിലാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് 90 മിനിറ്റ് ഉണ്ട്. ക്ലിയർ ആണോ? എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് ടൈം മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അതങ്ങനെ ഭയങ്കര ഒരു ബാലികേറാൻ വരെയൊന്നുമല്ല. അത്യാവശ്യം ഫോക്കസ് ചെയ്ത് പഠിച്ചാലും നമുക്ക് കിട്ടും. NTPCയുടെ 2025 ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകളിലെ ചോദ്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതിന് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും QAയിലെ മാത്തമാറ്റിക്സിലെ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ഈ താഴെ തന്നിട്ടുള്ളതാണ്. ഈ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ GK സിംപ്ലിഫൈഡിൽ ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സാധനം ഡൗൺലോഡ് ചെയ്ത് ഇതേ ഓർഡറിൽ നിങ്ങൾക്ക് സിലബസിനെ സെഗ്രിഗേറ്റ് ചെയ്യാം. ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങൾ എഴുതുന്നുണ്ട്. ഞാൻ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഒരു ഷിഫ്റ്റിൽ വന്നിട്ടുള്ള ഏരിയാസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്ട്രോങ് ആണോ വീക്കാണോ നോക്കുക. പെർസെൻറ്റേജ്, ഓൾജിബ്ര, ജോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ആവറേജ്, ഇതാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഷിഫ്റ്റുകളിൽ ഏറ്റവും നമ്പർ ഓഫ് ചോദ്യങ്ങൾ കൂടുതൽ വന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിക്രീസിങ് ഓർഡറിലാണ് തന്നിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങോട്ടൊരു വേരിയേഷൻ ഉണ്ടാകും. എന്നാലും ഇതാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള QAയിലെ ഏരിയാസ്. ഇവിടെ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഓക്കെ. അതേപോലെ തന്നെ റീസണിങ്, സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, നമ്പർ ഓപ്പറേഷൻ, ഓഡ് വൺ ഔട്ട്, പിന്നെ ഡയറക്ഷൻ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള റീസണിങ് ഏരിയാസ്. ഇതേ ഓർഡറിൽ നിങ്ങൾ എഴുതണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിലബസിൽ ബാക്കി പോർഷൻ എഴുതുക. സ്ട്രോങ് വീക്ക് ഏരിയ മാർക്ക് ചെയ്യണം. ജനറൽ അവെയർനെസ്, സയൻസിന് എല്ലാത്തിനും ഒരു തുല്യ പ്രാധാന്യമാണ്. എന്നിരുന്നാലും ഓവറോൾ ഷിഫ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ അജയ് മാഷിനോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു തന്നാണ്, വിത്ത് പ്രൂഫാണ് മൂപ്പര് പറഞ്ഞു തന്നത്, അതുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ബയോളജിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. കെമിസ്ട്രിക്കും ഫിസിക്സിനും തുല്യ പ്രാധാന്യമായിരുന്നു. അപ്പോൾ ബയോളജി സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഒരു ഷിഫ്റ്റിൽ 6-7 ചോദ്യങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. പൊളിറ്റിയിൽ 5-6 ചോദ്യങ്ങൾ, എക്കണോമിക്സിൽ 4-5 ജോഗ്രഫിയിൽ 4-5 കമ്പ്യൂട്ടറിൽ ടയർ 1 4-5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പലർക്കും സർപ്രൈസിങ് ആയിരുന്നു. കൃത്യമായിട്ട് സിലബസ് വായിക്കാതെ പോയവർ, SSCക്ക് പോകുന്നവർ കമ്പ്യൂട്ടർ നോക്കാതെ പോയി. ആ ഷിഫ്റ്റ് അവർക്ക് ബുദ്ധിമുട്ടായി. കാരണം 5ഓളം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പണിവാളിയില്ലേ. കറണ്ട് അഫയേഴ്സ് 9 മുതൽ 10 ചോദ്യങ്ങൾ, പിന്നെ സ്റ്റാറ്റിക് GKയുടെ ആർട്ട് ആൻഡ് കൾച്ചർ, ഡാൻസ് ഫോംസ്, ഫോക്ക് ഡാൻസ് തുടങ്ങിയ ഏരിയാസിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ. അങ്ങനെ ഇതെല്ലാം ചേർത്തിട്ടാണ് നമുക്ക് ആ 40ഓളം ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, കൃത്യമായിട്ട് എല്ലാത്തിനും വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. PSC പരീക്ഷകളിൽ ചില പരീക്ഷകളിൽ പറയില്ലേ, ഹിസ്റ്ററിയിൽ നിന്ന് ഇത്ര, പൊളിറ്റിയിൽ നിന്ന് ഇത്ര, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ റെഗുലറായിട്ട് പ്രതീക്ഷിക്കുന്ന പോലെ GKയിൽ ഏറ്റവും പ്രാധാന്യം ഹിസ്റ്ററിക്ക്, പൊളിറ്റിക്ക്, ജോഗ്രഫിക്ക്, എക്കണോമിക്സിന്. സ്റ്റാറ്റിക് GK കുറച്ചുകൂടെ പ്രാധാന്യം കുറവാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം കൂടുതലാണ്. സയൻസിൻ്റെ പ്രാധാന്യം ഇങ്ങനെയാണ്. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ ഷിഫ്റ്റിനെയും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെയും നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ്, വീക്ക് ഏരിയാസ് മാർക്ക് ചെയ്യുക. ഹിസ്റ്ററി ഞാൻ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ പരീക്ഷ പാസ്സാകുമെന്ന് ഇനി ചോദിക്കരുത്. കാരണം 7ഓളം ചോദ്യങ്ങൾ വരാം. അത് 8 കഴിഞ്ഞാലോ, ഒരു ഷിഫ്റ്റിൽ 8 ചോദ്യങ്ങൾ വന്നാലോ, ജോഗ്രഫി പഠിക്കാതെ പോയാലോ, ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിക്കാണ്ട് പോയിക്കോട്ടെ, 40ൽ 10 ചോദ്യങ്ങൾ വന്നാലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഏരിയാസിൽ നിങ്ങളുടെ സ്ട്രോങ് വീക്ക് ഏരിയാസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. രണ്ടാമതാണ് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. നമ്മുടെ ചാനലിൽ അത്യാവശ്യം കുട്ടികൾ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു വീഡിയോയാണ് ഹൗ ടു മേക്ക് എ റിയലിസ്റ്റിക് സ്റ്റഡി പ്ലാൻ. സ്റ്റഡി പ്ലാൻ ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്. കാരണം പലരുടെയും സ്റ്റഡി പ്ലാൻ ഭയങ്കര ഐഡിയലാണ്. ഒരു ദിവസം 25 മണിക്കൂർ പഠിക്കുക, പിന്നെയാണ് 24 മണിക്കൂറുള്ളൂ എന്ന് ആലോചിക്കുള്ളൂ, അല്ലെങ്കിൽ 18 മണിക്കൂർ പഠിക്കുക. അങ്ങനെയൊന്നുമല്ല. റിയലിസ്റ്റിക് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അതിൽ പല കാര്യങ്ങൾ ചെയ്യണം. ഡെയിലി ട്രാക്കിംഗ് ഉണ്ട്, വീക്ക്ലി ടാർഗറ്റ് ഉണ്ട്. നിങ്ങൾ സ്വയം അക്കൗണ്ടബിൾ ആയിട്ട് പഠിക്കണം. സോ ഈ വീഡിയോ ഇതിൻ്റെ കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം, എന്തൊക്കെ എലമെന്റ്സ് അതിൽ കൊണ്ടുവരണം. ഓക്കെ. ഒന്നാമത്തേത് സിലബസ് കംപ്ലീഷൻ. സിലബസിലെ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഇനി നിങ്ങളുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ PYQസിൽ നിന്ന് വരുന്ന ഭാഗമാണ്. അത് ഞാൻ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് ഓൾറെഡി പറഞ്ഞു തന്നല്ലോ. അങ്ങനെ പ്രയോറിറ്റി കൂടിയ ഭാഗങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. 2, നിങ്ങളൊരു ക്ലാസ്സിന് ചേർന്ന് പഠിക്കുകയാണെങ്കിൽ പ്ലീസ് വാച്ച് ദ ക്ലാസ്സസ് റെഗുലർലി.
പലതിലും കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആദ്യത്തെ ഒരു 10-15 ക്ലാസ്സുകളിൽ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ചിലപ്പോൾ കമൻറ്റ് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഓൺലൈൻ ആകട്ടെ ഓഫ്ലൈൻ ആകട്ടെ, കുറച്ച് കഴിയുമ്പോൾ എണ്ണം കുറയാൻ തുടങ്ങും. ഒന്നുകിൽ അത് ക്ലാസ് മോശമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നം കാരണമാണ്. ക്ലാസ് മോശമാണെങ്കിൽ ക്ലാസ് മോശമാണെന്ന് പറയാനുള്ള സ്പേസ് നിങ്ങൾക്കുണ്ട്. ക്ലാസ് മോശമാണെന്ന് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പറയുന്ന സജഷൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സും ക്ലാസ്സിൽ വരുത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾ വരുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നമാണ്. സുഹൃത്തെ, പേഴ്സണൽ പ്രശ്നമില്ലാതെ പഠിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പഠിച്ചപ്പോൾ എനിക്കും പേഴ്സണൽ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിന് കാശ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ റെഗുലറായിട്ട് ആ ക്ലാസ് കാണുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആണോ? അങ്ങനെയാണെങ്കിൽ അതത് ദിവസം കഴിഞ്ഞ ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അതിങ്ങനെ പൈലപ്പ് ചെയ്ത് വരും. അങ്ങനെ പോകരുത്. മൂന്നാമത്തേത്, മേക്ക് എ സ്റ്റഡി പ്ലാൻ. ഒരു ദിവസം ഈ ക്ലാസ്സുകൾ കാണുന്നത് കൂടാതെ നിങ്ങൾ ഫുൾ ടൈം പഠിക്കുന്ന ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ, വർക്കിംഗ് പ്രൊഫഷനോട് ഞാൻ പറയില്ല, അല്ലെങ്കിൽ നിങ്ങൾ മക്കളെയൊക്കെ നോക്കി വീട്ടിൽ പാചകം ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം കിട്ടുമെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ലക്ഷറി ഉള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ, ലക്ഷറി ഇൻ ടേംസ് ഓഫ് ടൈമാണ് ഞാൻ പറയുന്നത്, ഒരു 8-9 മണിക്കൂറിന് പ്ലാൻ ഉണ്ടാക്കണം. എന്തൊക്കെയാണ് ഞാൻ ഈ സമയത്ത് പഠിക്കേണ്ടത്? അതിനകത്ത് ക്ലാസ്സുകൾ ഉൾപ്പെടുത്താം, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉൾപ്പെടുത്താം. നിങ്ങൾക്കൊരു വീക്ക്ലി ഡെയിലി ടാർഗറ്റ് വേണം. അതായത് ഓരോ സബ്ജക്റ്റിനും ഒന്നുകിൽ നിങ്ങൾക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് അവർ ബേസിലായിരിക്കാം. ഞാൻ ഒരു ദിവസം 3 മണിക്കൂർ QA പഠിക്കും, 3 മണിക്കൂർ ഹിസ്റ്ററി, അല്ലെങ്കിൽ 2 മണിക്കൂർ ഹിസ്റ്ററി, 1 മണിക്കൂർ പൊളിറ്റി, അങ്ങനെയാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക് ബേസ് ആകാം. ഈ ദിവസം കൊണ്ട് ഞാൻ ഇന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കും, പെർസെൻറ്റേജ് ഇത്ര ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കും, ഏൻഷ്യൻ്റ് ഇത്ര ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കും, അല്ലെങ്കിൽ ബയോളജിയിൽ ഇത്ര പോർഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കും. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ബേസ് ആക്കാം. അത്യാവശ്യം കണ്ടന്റ് ഉള്ള കുട്ടികളാണ് നിങ്ങൾ. കഴിഞ്ഞ വർഷത്തെ ടയർ 2 റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ്, എന്നാലും ഇപ്രാവശ്യം കുറച്ചുകൂടെ ബെറ്റർ പോസ്റ്റിന് വേണ്ടി എഴുതുകയാണ്, മാർക്ക് കുറവാണ് നിങ്ങൾക്ക്. അങ്ങനെയുള്ള നിങ്ങൾക്ക് കണ്ടന്റ് കൂടുതലായിരിക്കും. സോ നിങ്ങളുടെ ഫോക്കസ് കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലാകാം. കാരണം യു ഓൾറെഡി ഹാവ് ദ കണ്ടന്റ് ഉണ്ട്. SSCയുടെയും RRBയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ബുക്ക്ലെറ്റ് മേടിച്ച് നോക്കിയാൽ ഒരു ദിവസം ഇത്ര ചോദ്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്യും. അങ്ങനെ QAക്ക്, റീസണിങ്ങിന്, ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, ആർട്ട് ആൻഡ് കൾച്ചർ, കറണ്ട് അഫയേഴ്സിന്, ജനറൽ സയൻസിന് ഒന്നുകിൽ അത് മണിക്കൂർ ബേസിസിലാകാം, അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെ ബേസിലാകാം, അല്ലെങ്കിൽ PYQൻ്റെ ബേസിലാകാം. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം നിങ്ങൾ. ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ 3-4 ദിവസം എടുത്ത് ഈ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗൂഗിൾ ഷീറ്റിലാണെങ്കിൽ പിന്നെ നിങ്ങളത് ട്രാക്ക് ചെയ്ത് പോയാൽ മതി. എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റ് എടുത്ത് അന്ന് ചെയ്ത സാധനം ഫില്ലായോ ഇല്ല, ഫില്ലായി, അത് കംപ്ലീറ്റ് ആക്കി, അങ്ങനെ പൈലപ്പ് ചെയ്ത് വരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും. അടുത്ത പോയിന്റ്, മേക്ക് റിവിഷൻ നോട്ട്സ്. ക്ലാസ്സിൽ നോട്ട് വരുമ്പോൾ കുട്ടികൾ ചോദിക്കും, ഞാനത് അതുപോലെ പകർത്തി എഴുതാനാണെങ്കിൽ എന്തിനാ സുഹൃത്തെ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് നോട്ടുകൾ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ നമ്മുടെ GKയുടെ നോട്ട്സ് ആണെങ്കിൽ NCERT ബേസ് ചെയ്ത്, സ്റ്റാൻഡേർഡ് ബുക്സിനെ ബേസ് ചെയ്ത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ബേസ് ചെയ്താൽ ഈ നോട്ടുകൾ ഇത്രയും എഫോർട്ട് എടുത്ത് ഞങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ അതേ നോട്ട് പകർത്തി എഴുതരുത്, അതിൽ നിങ്ങൾ സമയം ലാഭിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കേണ്ട നോട്ട് എങ്ങനെയാണ്? റിവിഷൻ നോട്ട്സ് ആണ്. ഒരു പേജിൽ കാണുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവിഷൻ വേണ്ട സാധനങ്ങൾ, മറന്നു പോകുന്ന സാധനങ്ങൾ, അതിന് നിങ്ങൾ വീക്ക്ലി റിവൈസ് ചെയ്യണം. പഠിച്ച് പരീക്ഷയ്ക്ക് പോയി പാസ്സാകുന്ന ഒരു ഉറപ്പ് ഞാൻ പറയുന്നില്ല. എൻ്റെ ക്ലാസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞത് പറ്റിക്കില്ലാവും. പഠിക്കണം, പ്രാക്ടിക്കലി റിവിഷൻ കൃത്യമായിട്ട് നടത്തണം. കൃത്യമായിട്ട് ഡെയിലി റിവിഷൻ നടത്തുന്നവരുണ്ട്. എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ പഠിക്കുന്ന സമയത്തിൻ്റെ 1/3 നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. 9 മണിക്കൂർ പഠിച്ചാൽ 3 മണിക്കൂർ റിവൈസ് ചെയ്യണം. ഒരു ബിഗിനറിനെ കൊണ്ട് അത് സാധിക്കില്ല. കാരണം കണ്ടന്റ് കുറവാണ്. കണ്ടന്റ് ബിൽഡ് ചെയ്ത് വന്നതിന് ശേഷം പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തണം. ഒരു ദിവസം ഒരു 1.5 മണിക്കൂറെങ്കിലും പഠിച്ച സാധനം റിവിഷൻ നടത്തണം. എപ്പോഴാ? 8-9 മണിക്കൂർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ സാധനത്തിന് നിങ്ങളൊരു വീക്ക്ലി റിവിഷൻ നടത്തണം. ഒരു 4 ആഴ്ച അങ്ങനെ പോയി കഴിഞ്ഞാൽ റിവിഷൻ നല്ല വൃത്തിക്ക് പോകും. പിന്നെ അതൊരു ഒരു റുട്ടീനായിട്ട് മാറും. അടുത്തത്, ടേക്ക് റെഗുലർ മോക്ക് ടെസ്റ്റ്. കണ്ടന്റ് കയ്യിലുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ടെസ്റ്റുകളെങ്കിലും നിങ്ങൾ എടുക്കണം. CBT 1ന്റെ ടെസ്റ്റ്. സ്കോർ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കണം. പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ പ്രയോഗിക്കണം. അപ്പോഴേ നമ്മൾ തെറ്റിക്കുള്ളൂ. കൃത്യമായിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ 44 എന്ന് മാർക്ക് ചെയ്യും. പരീക്ഷയുടെ ടെൻഷനിലാണ്. പിന്നെ മനസ്സിലാവല്ല 42 പഠിക്കുമ്പോൾ 42 പഠിക്കുള്ളൂ. അങ്ങനെ തെറ്റ് വരുത്താൻ ചാൻസ് ഉള്ള മാക്സിമം തെറ്റുകൾ എവിടെ? പരീക്ഷാ ഹാളിൽ. അത് നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ വരുത്തണം. പരീക്ഷാ ഹാളിൽ നിങ്ങൾ വരുത്തുന്ന തെറ്റ് വളരെ മിനിമലായിരിക്കണം. മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഈസിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത്. കഴിഞ്ഞ തവണ RPF പരീക്ഷയ്ക്ക് ചില കുട്ടികൾ കാണിച്ച മിസ്റ്റേക്ക്, പല മോഡലുകൾ നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചപ്പോൾ ചിലരതിൽ പറഞ്ഞ കാര്യം, ഇത്രയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, ഇത് റെയിൽവേ പരീക്ഷയല്ലേ, അങ്ങനെ കുറച്ച് കാണിക്കരുത്. അത് RPF ഡിഗ്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ, ഡിഗ്രി ലെവൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. NTPC പരീക്ഷ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഈ ഒന്നിനും കൊള്ളില്ലാത്ത ചോദ്യങ്ങളാണ് റെയിൽവേക്ക് ചോദിക്കുന്നത് എന്നൊരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ ബിഗിനറാണോ? ഈസി ലെവൽ ചോദ്യങ്ങൾ ചെയ്യുക. ഓക്കെ, പർട്ടിക്കുലർലി QA റീസണിങ്,
അല്ലെങ്കിൽ ജി കെയിലേക്ക് ആണെങ്കിൽ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ, പിന്നെ മോഡറേറ്റിലേക്ക് പോവുക, പിന്നെ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് പോവുക, മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ, ഡൈമെൻഷൻസ് കുറച്ചുകൂടെ കൂടിയ ചോദ്യങ്ങൾ, കുറച്ചുകൂടെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഈ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈസിയിൽ മാത്രം നിർത്തരുത്. സോ പഠിക്കണം, റിവിഷൻ നടത്തണം, മോക്ക് ടെസ്റ്റ് എടുക്കണം. മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും സോൾവ് ചെയ്യണം. NTPC പരീക്ഷ എഴുതുന്ന ഞാൻ RRBയുടെ പരീക്ഷകളുടെ മാത്രം PYQ എടുത്താൽ മതിയോ? അല്ല, ഇതങ്ങനെ വർണ്ണവിവേചനം അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി ഒന്നുമില്ല. SSCയുടെ ചോദ്യങ്ങൾ RRBക്ക് വെച്ചിട്ടില്ലേ? എത്രയോ ചോദ്യങ്ങൾ നമ്മൾ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് നമ്മൾ MTS ലെവലിലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, CHSലുള്ള ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏതാണ് GD ലെവലിലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ സിമിലർ ലെവൽസിലുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഈ മോക്ക് ടെസ്റ്റിന്റെ കൂടെ നമ്മൾ PYQ മോക്ക് കൂടെ എടുക്കാം കേട്ടോ, PYQ മോക്ക് കൂടെ എടുക്കാം. അങ്ങനെ മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങളൊരു അനാലിസിസ് നടത്തണം. നിങ്ങളുടെ ഒരു ബുക്കിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ മാർക്ക് ചെയ്യണം. ടൈപ്സ് ഓഫ് മിസ്റ്റേക്സ്. കണ്ടന്റ് അറിയാത്തതുകൊണ്ട് തെറ്റ് വരുന്നു, സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അറിഞ്ഞിട്ടും ഓവർ കോൺഫിഡൻസ് കൊണ്ട് അല്ലെങ്കിൽ വായിക്കുമ്പോൾ വരുത്തിയ മിസ്റ്റേക്ക് കൊണ്ട് സർഫസ് ലെവൽ തെറ്റ് ചെയ്യാൻ വരുന്നു. തെറ്റുകൾ പല രീതിയിലുണ്ട്. ആ തെറ്റുകളെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. എന്നാലേ നമ്മുടെ പാറ്റേൺ നമുക്ക് മനസ്സിലാവുള്ളൂ. ലോ സ്കോറിംഗ് ഏരിയാസിനെ നമ്മൾ നോട്ട് ചെയ്യണം. എത്ര പഠിച്ചു കഴിഞ്ഞാലും എനിക്ക് മിഡീവൽ ഇന്ത്യയിൽ മാർക്ക് കിട്ടുന്നില്ല, എത്ര പഠിച്ചു കഴിഞ്ഞാലും. അപ്പോൾ ടെസ്റ്റിൻ്റെ സ്കോർ നിങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് പഠിപ്പിക്കുന്ന അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇന്ന കാര്യങ്ങൾ ചെയ്യുക. പഠിക്കുന്ന രീതിയിൽ തെറ്റാകാം, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയയിൽ തെറ്റാകാം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൽ തെറ്റാകാം. സോ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയൊരു ധാരണ ഉണ്ടെങ്കിൽ ലോ സ്കോറിംഗ് ഏരിയാസിൽ നമുക്ക് മാർക്ക് കൂട്ടാനായിട്ട് സാധിക്കും. വെൻ ഇറ്റ് കംസ് ടു കറണ്ട് അഫയേഴ്സ്, ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് 10 മുതൽ 12 മാസം വരെ നിർബന്ധമാണ്. അത് ഉറപ്പാണ്. അത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. 3 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്, 2 വർഷത്തെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ 12 മാസത്തെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. പത്രം വായിക്കേണ്ടവർക്ക് പത്രം വായിക്കാം. അത് കൂടുതൽ SSC പരീക്ഷയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം കോംപ്രിഹെൻഷനും പത്രം വായിക്കാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ ഉണ്ടാകില്ലേ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആ കമ്പൈലേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. 10 മുതൽ 12 മാസം വരെ. നിങ്ങൾ ഇപ്പോഴാണോ വായിക്കാൻ തുടങ്ങുന്നത്? ഈ മാസം തൊട്ട് പുറകോട്ട് വായിച്ചോ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആദ്യം വായിച്ചോ? നിങ്ങൾ സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സ് വായിച്ചോ? ഒക്ടോബറിലെ വായിച്ചോ? എന്നിട്ട് പുറകോട്ട് പോയാൽ മതി. ക്ലിയർ ആണോ? അങ്ങനെ ഇവിടെ നിന്ന് പുറകോട്ട് പോവുക. അല്ലാതെ ഒരു വർഷം മുന്നേ നോക്കണമെങ്കിൽ പരീക്ഷയുടെ ഡേറ്റ് ഇറങ്ങണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. സോ ഇവിടെ നിന്ന് നിങ്ങൾ പുറകോട്ട് പോവുക. ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ അവസാനം ടാർഗറ്റിൽ നിങ്ങൾ വയ്ക്കേണ്ടത് 90 മാർക്കാണ്. 100ൽ 90. 100ൽ 90 ഞാൻ പറയും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നില്ല, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് എന്ന് പറയാം. ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ നേടുന്ന ആളുകളുണ്ടല്ലോ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടാണ്. ഈ 90 മാർക്ക് ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ 70ൽ കൂടുതൽ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് എ ഡീസെൻറ്റ് സ്കോർ. 75, 78 കിട്ടിക്കഴിഞ്ഞാൽ പല സോണിലും ക്വാളിഫൈ ആവും. വിച്ച് ഇസ് എ ഡീസെൻറ്റ് സ്കോർ. മനസ്സിലാക്കുക, 0.3ക്കും 0.5നും പോസ്റ്റ് കിട്ടാതെ പോയ ആളുകളുണ്ട്. നിങ്ങളുടെ തന്നെ സുഹൃത്തുക്കളുണ്ടാവും, ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഓരോ മാർക്കും വിലപ്പെട്ടതാണ്, ഓരോ നെഗറ്റീവും വിലപ്പെട്ടതാണ്. എപ്പോഴാണോ 70 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നത്, ഉടനെ നിങ്ങൾ CBT 2ൻ്റെ ടെസ്റ്റ് എടുക്കാൻ തയ്യാറാണോ? കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ തയ്യാറാണോ? ആ 120 ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടെ വേണം. കാരണം CBT 1ന് 70 സ്കോർ ചെയ്യുന്ന നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് കട്ട് ഓഫിലേക്ക് എത്തിയെന്നും നിങ്ങൾ ടയർ 2ന് റെഡി ആണെന്നുമാണ് അത് കാണിക്കുന്നത്. ക്ലിയർ ആണോ? അല്ലാതെ ടയർ 1 കഴിഞ്ഞിട്ടേ ടയർ 2 പഠിക്കുള്ളൂ എന്നൊരു വാശി കാണിക്കരുത്. അടുത്തത്, എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം? ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യവും ഞാൻ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടോ കണ്ടുപിടിച്ച സാധനമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. ഇതൊക്കെ ഒരു ഓർഡറിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഞാൻ ഈ പറയുന്ന സാധനങ്ങളിൽ സ്പെഷ്യലായിട്ട് ആർക്കും ഒരു സാധനം കൊടുക്കുന്നില്ല. ഇത് കിട്ടുന്ന ആളുകൾ എത്രത്തോളം ആത്മാർത്ഥതയോടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ അവരാണ് റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ തരുന്നത് 50%, ബാക്കി 50% നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിലും പുതുതായിട്ട് ഒന്നുമില്ല. കുറച്ചുകൂടെ സ്ട്രക്ചറാക്കി കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്. അതിന് ഒന്നും കൂടെ ഒരു പുഷ്, അത്ര മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ പഠിക്കണം? നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന 1 അല്ലെങ്കിൽ 2 സോഴ്സിലേക്ക് നിങ്ങൾ നിർത്തുക. കാരണം ഇൻ്റർനെറ്റ് ഇത്രയും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാലഘട്ടത്തിൽ പിന്നെ ഒരുപാട് സോഴ്സുകളുണ്ട് നമുക്ക് പഠിക്കാൻ. ഒരുപാട് സോഴ്സുകളുണ്ട്. ഒരുപാട് ലിറ്ററലി ഒരുപാട്. ഒന്ന് മാറി എല്ലാത്തിലും. ഇപ്പോൾ ഒരാൾ മാത്രം നല്ലത് ബാക്കിയുള്ളത് മോശം എന്നല്ല. എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ എലമെന്റ്സ് ഉണ്ടാകും. പക്ഷേ എല്ലാം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ആവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ,
നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ നല്ലതാണ്, അവരെ റിസൾട്ടിലേക്ക് എത്തിച്ച 1-2 സോഴ്സുകൾ ഉണ്ടാവുമല്ലോ, ആ സോഴ്സുകളിലേക്ക് മാത്രം നിങ്ങൾ ലിമിറ്റ് ചെയ്യുക, അതിനെ ട്രസ്റ്റ് ചെയ്യുക. അതൊന്നുകിൽ യൂട്യൂബിലെ ഫ്രീ ക്ലാസ്സുകളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പെയ്ഡ് ക്ലാസ്സുകളാകാം. സോ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ലെക്ചേഴ്സ്, നമ്മുടെ സൈലം SSC RRB ചാനൽ ഒരുപാട് ലെക്ചേഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് കണ്ടു പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫ്രീലി അവൈലബിൾ ആണ്, NCERTs ഫ്രീലി അവൈലബിൾ ആണ്. നമ്മുടെ GK ഗ്രൂപ്പിൽ ഞാൻ NCERTയുടെ ഡെയിലി ടാർഗറ്റ് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു, ഓൾമോസ്റ്റ് 30 ദിവസമായിട്ടുണ്ട്. 4 മോക്ക് ടെസ്റ്റുകൾ, അത് ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നടത്താം. അത്യാവശ്യം കണ്ടന്റ് കയ്യിലുണ്ട്, നിങ്ങൾ സ്വയം പഠിക്കാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ അക്കൗണ്ടബിൾ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണത്. ഇനി അങ്ങനെയല്ല, നിങ്ങളൊരു ബാച്ചിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതെങ്കിൽ സൈലം SSC RRBയുടെ NTPCയുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മുടെ ക്ലാസ് നവംബർ 15-നാണ് ആരംഭിക്കുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ പലരും പ്രിപ്പറേഷനിൽ വരുത്തിയ മിസ്റ്റേക്കുകൾ, അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ, ഇതെല്ലാം ചേർത്തിട്ടായിരിക്കും ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറ്റുന്നത്ര നല്ല ഭംഗിയായിട്ട് ഈ ക്ലാസ്സുകളിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ്സുകൾ, സിലബസ് കംപ്ലീഷൻ ആകട്ടെ, അതിൻ്റെ റിവിഷൻ കാര്യങ്ങളാകട്ടെ, അതിനെ സംബന്ധിക്കുന്ന ചെറിയ ചെറിയ മോക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ആകട്ടെ, ഇതെല്ലാം സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ്സുകൾ, റിവിഷൻ ഒരു അവർലി ബേസിസിൽ ഇന്ന സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക, അതിൽ ഇത്രമാത്രം പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം, അതിൽ ഇന്ന കാര്യങ്ങൾ വരണം, അതിൽ ഇത്ര റിവിഷൻ വേണം, തുടങ്ങിയ കാര്യങ്ങൾ ഈ ബാച്ചിൽ അവൈലബിൾ ആണ്. അതിനനുസരിച്ചാണ് ഓരോ ബാച്ചും നമ്മൾ ഡിസൈൻ ചെയ്ത് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നത് നവംബർ 15-നാണ്. ഈ ഒരു NTPC ക്ലാസ് ബാച്ചിൻ്റെ ഫീസ് വരുന്നത് 3999 രൂപയാണ്. അപ്പോൾ ഈ ഒരു ടീമിനെ, നമ്മുടെ ടീമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ തന്നെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ടീം ലീഡ് നമ്മളെ നയിക്കുന്നത് നമ്മുടെ ജെറിമാഷായിരിക്കും. അപ്പോൾ ഇത്രയും പേര് കൂടിച്ചേർന്ന് നിങ്ങളിലേക്ക് ഇതുവരെ ക്ലാസ്സുകൾ തന്നതുപോലെ ഇനിയും അതേ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കൂടെ കൂട്ടിയിട്ട് തരുമെന്ന് വിശ്വസിക്കുന്നു. സൈലം ക്ലാസ്സുകളെ പറ്റി അറിയാൻ നിങ്ങൾ വേറെ എവിടെയും ചോദിക്കേണ്ട, സൈലത്തിൽ പഠിച്ച് നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ചാൽ മതി. അപ്പോൾ അവർ ഒരിക്കലും നിങ്ങളെ ഒരു കുഴിയിലേക്ക് തള്ളിവിടില്ലോ. അങ്ങനെ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം, ഇഫ് യു ആർ എ ബിഗിനർ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിനെ ട്രസ്റ്റ് ചെയ്യാം. കേട്ടോ? യെസ്, SSC RRB പരീക്ഷകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട്, അല്ലെങ്കിൽ ഡെയിലി പോളുകളും ക്വിസുകളും മറ്റും എടുക്കാനായിട്ട്, പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാൻ, പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അറിയാൻ, നിങ്ങൾക്ക് സൈലം SSC RRBയുടെ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഇതൊന്ന് സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. ഇത് നമ്മുടെ GKയുടെ ഗ്രൂപ്പാണ്, GK സിംപ്ലിഫൈഡ് ആണ്. GK സംബന്ധിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ, ഡൗട്ടുകളും മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ആ സ്റ്റഡി പ്ലാൻ വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ആ നേരത്തെ പറഞ്ഞ വീഡിയോ ഇല്ലേ, ഹൗ ടു മേക്ക് എ റിയലിസ്റ്റിക് സ്റ്റഡി പ്ലാൻ. എല്ലാവരും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അത് അത്ര റിയലിസ്റ്റിക് അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അത് വർക്കാകാത്തത്. നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് വേണം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഉണ്ടാക്കി നോക്കുക. പറ്റുന്ന പോലെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റുകൾ കൊടുക്കുക. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വർക്കാവുന്നില്ലെങ്കിൽ ടെലിഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് കുറച്ചുകൂടെ എങ്ങനെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കണം, കുറച്ചുകൂടെ എങ്ങനെ ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു തരാൻ നമ്മൾ നമ്മുടെ മാക്സിമം ശ്രമിക്കാം. കേട്ടോ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ പറയാം ഹെൽപ്ഫുൾ ആയിരുന്നു, എന്തൊക്കെയാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് അതും നിങ്ങൾക്ക് പറയാം. യെസ്, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.